ഒരു തനി വില്ലേജിലേക്ക് നമ്മളിപ്പോൾ പോവാണ് കേട്ടോ. നമുക്ക് നല്ല കുറുകുറുകി കിടക്കുന്ന റോഡിലൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. റോഡ് കണ്ടമാനം തകർന്ന് കിടക്കുകയാണ് കേട്ടോ. എക്സ്ട്രാ എഫോർട്ട്. ബൈ. അല്ല, സൈബീരിയൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കരുന്നല്ലാണ്. നമ്മളതൊക്കെ കടന്ന് ബൗണ്ടറി എടുത്തിട്ട് അത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കടന്ന് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതൊരു വില്ലേജിനെയും അതിൻ്റെ ഭംഗിയുള്ളതാക്കി മാറ്റുന്ന അതിൻ്റെ വീടുകളുടെ പണികളും അവിടുത്തെ സംസ്കാരമൊക്കെയാണ് കേട്ടോ. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലെല്ലാം മിറ്റമെല്ലാം തൂത്ത് നീറ്റാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ വീടുകളൊക്കെ പരിപാലിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ചമ്പോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അടുത്ത ഗ്രൂപ്പ് സന്ദർശിക്കാൻ വേണ്ടി പോകാം. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞ ഒരു ദിവസം നമ്മളിവിടെയാണ് താമസിച്ചത്. എല്ലാം നമ്മൾ ടീമേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അവരെല്ലാം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിച്ച് നമ്മൾ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ യാത്ര. റോഡ് ഇനിയുള്ള റോഡ് ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള റോഡാണ്. ഇനിയുള്ള റോഡ് ഇച്ചിരി പ്രോബ്ലം ഉള്ള റോഡാണ് ഗൈസ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാർക്ലി വേയിലേക്കുള്ള വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് നമ്മൾ ബാർക്ലി വേ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ പോകാനുള്ള അടുത്ത സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ ബാർക്ലി വേയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമാണ്. രാവിലെ 8-9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു വൈകുന്നേരത്തെ ഒരു കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. റോഡ് ഭയങ്കര താറുമാറായി കിടക്കുന്ന റോഡാണ്. ഭയങ്കര വഴുക്കലുള്ള റോഡാണ് കേട്ടോ. Cut down. Yeah, then? I will cut down, no problem. I should get down good. So, guys, നമ്മളിവിടെ ഇറങ്ങേണ്ടി മോളിൽ ലോറി നിർത്തിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അത് മാത്രമല്ല, ഇത് കയറി പോകാൻ പാടാണ്. വളരെ പാടായിട്ടുള്ള റോഡാണ്. സ്ലിപ്പറി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി പോകത്തില്ല. അതുകൊണ്ട് ചെറിയൊരു കയറ്റം കൂടെ ആണ് ഇത്. അതുകൊണ്ട് വെരി ഡിഫിക്കൽട്ട് ടു ഗോ. വെരി കം. വലിയ ട്രക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ട് ട്രക്ക് പോകുന്നതുകൊണ്ട് ആക്ച്വലി ഇവിടെ ട്രക്കൊക്കെ നിർത്തി തരത്തില്ല. ബൈക്കുകാരിങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ബൈക്കുകാർ ഒതുക്കി കൊടുത്തോണം. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ. ഇവർ ലോഡും വെച്ചുകൊണ്ട് വരുന്നതുകൊണ്ടായിരിക്കും രാവിലെ തന്നെ കാലൊക്കെ ഫുള്ള് ചളവായി ഗൈസ്. ഇനി അങ്ങോട്ടുള്ള റോഡെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ബൈക്കുകൾ ഇഷ്ടംപോലെ കാണാം കേട്ടോ. അതുപോലെ യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ പോയില്ലെങ്കിൽ ഭയങ്കര തെന്നിക്കിടക്കുന്നതായതുകൊണ്ട് നമ്മുടെ നിയന്ത്രണം പോകും കേട്ടോ. ബൈക്കിൻ്റെ നിയന്ത്രണം പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിവിടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ഥിരമായിട്ട് ലോറി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് റോഡിങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. റോഡ് മുഴുവൻ നശിച്ച് കിടക്കുന്നതിൻ്റെ കാര്യം
അങ്ങോട്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കുറച്ച് റോഡ് നല്ല റോഡാണ് കേട്ടോ. പൈസ ഇതുണ്ട്, തടി അറുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് വീട് പണിക്ക് വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ. പൈസ നോക്കൂ. അതുപോലെ തന്നെ വീണ്ടും പൊളിഞ്ഞ് പാളിക്കിടക്കുന്ന റോഡ്. കാണുന്നതൊക്കെ പാം ഓയിലിൻ്റെ പാം ട്രീ ആണ്. പാം ട്രീ ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൃഷി പാം ട്രീ ആണ്. ഫുള്ള് എവിടെ നോക്കിയാലും പാം ട്രീ കൃഷി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എത്രമാത്രം എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അവയോ സോ ഒരു റോഡ് റോളറാണ് കിടക്കുന്നത്. റോഡ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ടാറിങ് ആയിരിക്കത്തില്ല. റോഡിലെ കുഴികളൊക്കെ ഒന്ന് നീറ്റാക്കി മണ്ണൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കത്തേ ഉള്ളൂ. പക്ഷേ ടാറിങ്ങിനുള്ള സാധ്യത ഇവിടെ ഒന്നും ഉടനെ ഒന്നും കാണുന്നില്ല കേട്ടോ. കുറേ വർഷങ്ങളെടുക്കും ഇവിടെ ടാറും കാര്യങ്ങളൊക്കെ ആയി വരാനായിട്ട്. റോഡായിട്ടെന്തോ കൺസ്ട്രക്ഷനല്ല, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം പോകാനായിട്ടുള്ള ഓടയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഓടയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുക്കുന്നുണ്ട്. മിക്കവാറും അതെടുത്ത് വരുമ്പോഴത്തേക്ക് ഇനി വലിയ മഴക്കാലം വരികയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേസ്. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റാക്കി ഇങ്ങനെ ഇടാനായിട്ടാണ് പ്ലാൻ. റോഡിൻ്റെ സൈഡിലുള്ള ഓടയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ മണ്ണെടുത്ത് മാറ്റുകയാണ്. അപ്പം റോഡിലുള്ള വെള്ളം ഒഴുകി പുറത്ത് സൈഡിലെ ഓടയിലേക്ക് ഒഴുകാൻ വേണ്ടി നോക്ക്. ഇതുപോലെ ഓടയൊക്കെ എടുത്ത് നീറ്റാക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയൊക്കെ അത്യാവശ്യം തകർന്ന് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ എല്ലാം നീറ്റാക്കുന്നുണ്ട്. ഓടയൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. ഇത് ഈ കമ്പുകൾ വെട്ടി വെച്ചിരിക്കുന്ന വീടുകൾ പണിയാനായിട്ട് ഉള്ളതാണ് കേട്ടോ. വീട് പണിയുമ്പോഴത്തേക്കിന് ആദ്യമേ നാട്ടി അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ഇതാണ് കേട്ടോ. റോഡൊക്കെ പണിയാൻ വേണ്ടി കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എത്രമാത്രം അതെന്നറിയത്തില്ല. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. റോഡ് വീതി കൂട്ടുവാണെന്ന് തോന്നുന്നു. ഇവിടെ മണ്ണ് വീതി കൂട്ടിയിട്ട് ഓടയൊക്കെ ഈ സൈഡ് ഓടയൊക്കെ പണിതിട്ടുണ്ട്. മണ്ണെടുത്തിട്ടുണ്ട് ഓടയ്ക്ക് വേണ്ടിയുള്ളത്. പക്ഷേ ഇവിടെ വീതി കൂട്ടിയിട്ട് ഓട എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓടയൊക്കെ എടുത്തെടുത്ത് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ വെള്ളം റോഡിന് നടുക്കുള്ള വെള്ളം സൈഡിലേക്ക് ഒഴുകി പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെയും ഒരു കനാലാണ്. കനാൽ മാറ്റി ഇതാക്കാൻ വേണ്ടി കനാലിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കനാലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളിത് കാണുക, തകർന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മളൊരു ചെറിയ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു പുരാതന നഗരത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ടൗണുകളൊക്കെ കടന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. പറയുന്ന വലിയ വികസനവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എങ്കിലും ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.
മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ യാത്രയിൽ മഴ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലോറി ഇറങ്ങി വരുന്നതുണ്ട്, ഒരു മഴമില്ലാതെ. ബൈക്കുകാർ മാറ്റി പേടിച്ച് ഒതുക്കി നിർത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അടി കിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല റോഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇട്ടടിച്ച് പോകാം കേട്ടോ. പക്ഷെ അധികം നേരം ഒന്നും വേണ്ടി വന്നില്ല. വീണ്ടും കട്ടർ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല റോഡ് കിട്ടിയാൽ ആൾ ഭയങ്കര സ്പീഡിൽ പോകും. വീണ്ടും നമ്മൾ തകർന്ന് കിടക്കുന്ന റോഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു തടിപ്പാലം കാണാൻ പറ്റും കേട്ടോ. തടിപ്പാലം ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ. സോ ഗൈസ്, നമ്മൾ സോറക്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറി ഇതിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് സോറക്കൻ. സോ ഇവിടെയും റോഡൊക്കെ പതിവ് കാഴ്ച തന്നെയാണ്. ഇതൊരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. നല്ല ശാന്തമായിട്ട് കിടക്കുന്ന, അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു വില്ലേജ് ഏരിയയാണ്. ഇവിടെ പതിവ് റോഡിനെക്കാണ് ഇച്ചിരി കൂടെ സ്ലിപ്പറിയാണ് കേട്ടോ. തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. നോക്കാം നമുക്ക്. പക്ഷേ ഇതൊരു തനി വില്ലേജ് ഏരിയ ആണ്. ഒരു തനി വില്ലേജിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് കേട്ടോ. നമുക്ക് നല്ല കുറുകുറാന്ന് കുറുകി കിടക്കുന്ന റോഡിലൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടെ ഗ്യാസ്, അതായത് ഈ ഡീസൽ, പെട്രോളൊക്കെ വെച്ച് വിൽക്കുന്നിടമുണ്ട് കേട്ടോ. ഈ കാണുന്നത് പെട്രോൾ വെച്ച് വിൽക്കുന്നിടമാണ്. 300 ലൈബീരിയൻ ലിബർട്ടി ഫോർ റോഡ് കണ്ടമാനം തകർന്ന് കിടക്കുകയാണ് കേട്ടോ. എക്സ്ട്രാ എഫോർട്ട് കണ്ടോ, കുഴി കണ്ടോ. ടേക്ക് ബൈ. അവർ പോകുന്നുണ്ടോ? നമ്മുടെ മുട്ടറ്റം ചെളിയുണ്ട് കേട്ടോ. മുട്ടറ്റം ചെളിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഇതുപോലെ 4 വീലുള്ള വണ്ടികൾ, അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇതിലേക്കിടെ. വലിയ ജീപ്പൊക്കെ പോകത്തുള്ളൂ കേട്ടോ. ഇനിയൊരു സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കിന് കുറച്ചൊക്കെ നല്ല റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കഴിച്ചൊരു തനി വില്ലേജ് ഏരിയ ആണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപ ഭംഗിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയാണ്. സോറക്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. സോറക്കൻ. ആകാശം മൂടിക്കിടക്കുകയാണ്. എപ്പോൾ വേണേലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇവിടെ എല്ലായിടത്തും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതെല്ലാം പാം ഓയിലിൻ്റെ പാം ട്രീ ആണ് കേട്ടോ. ഒക്കെ വളർന്നങ്ങ് പോയി പുതുതായിട്ട് വളർന്നു വരുന്ന ട്രീ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ, നമ്മുടെ സാരഥി നല്ല റോഡ് കിട്ടിയ പറന്നു പോകും. അല്ലെങ്കിൽ സമയത്തിന് നമുക്ക് എത്താൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. അതാണ് വേറൊരു കാര്യം. നമ്മുടെ ഓരോ ഗ്രൂപ്പുകളും ഉള്ളത് വളരെ വളരെ ദൂരത്തിലാണ്. അതുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് എത്തണമെങ്കിൽ നല്ല സമയമെടുക്കും. 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. വീണ്ടും ഒരു ട്രക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സൈഡിൽ ഒതുക്കി നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്.
എൻ്റെ പരിപാടി എന്താണെന്നറിയാമോ ഗൈസ്? പുറകിലിടുന്ന വഴിയിലുള്ള ആൾക്കാരെയൊക്കെ കൈ കാണിക്കാം. നമ്മൾ പുതിയൊരു നാട്ടിലേക്ക് വരുമ്പോൾ ഗൈസ് ഇത് ഫുള്ള് പാം ട്രീയുടെ ഇതാണ് കേട്ടോ. പാം ട്രീയുടെ ഫുള്ള് പാം ട്രീ ആണ്. പാം ഓയിൽ ഉണ്ടാക്കുന്ന പാം ട്രീ തോട്ടമാണ് വരുന്നത്. നമ്മൾ പുതിയൊരു നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മളെ നാട്ടിലെ ആൾക്കാരായില്ലെങ്കിൽ അവരോട് ഇഴുകിച്ചേരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. ഗൈസ് ഇത് ലൈബീരിയ രാജ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളിപ്പം മുട്ടറ്റം വെള്ളത്തിൽ കൂടെയാണ് ഗൈസ് പോയത് കണ്ടോ. കാലെല്ലാം നനഞ്ഞു ഗൈസ്. ഇതിപ്പോൾ ലൈബീരിയ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരിയാണ് കേട്ടോ. നോക്ക്. ഹലോ ഹവായോ. ഇത് കരനെല്ലാണ് കേട്ടോ. കരനെല്ല് ലൈബീരിയ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കരനെല്ലാണ്. നമ്മളതൊക്കെ കടന്ന് ബൗണ്ടറി എടുത്തിട്ട് അത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കടന്ന് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങും ഇങ്ങും എങ്ങും എവിടെയും നമുക്ക് തകർന്ന തരിപ്പണമായി കിടക്കുന്ന റോഡുകൾ കാണാം. ഇവിടെയൊക്കെ വാഴത്തോട്ടം കേട്ടോ. വാഴത്തോട്ടം പ്ലാന്റിങ് ഓർ ബനാന. ചെറുപഴം ഒന്നും ഇവിടെ കാണാനായിട്ട് അധികം കാണാനില്ല കേട്ടോ. എല്ലാം പ്ലാന്റീനിൻ്റെ ബഹളമാണ്. വീണ്ടും നമ്മളൊരു പ്രശ്നസങ്കീർണമായ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചിതൽപ്പുറ്റുകളുണ്ട്. ഇതുപോലെ ഭയങ്കര വലിയതായിട്ടുള്ള ചിതൽപ്പുറ്റുകൾ ഇവിടെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു വലിയ കൂന പോലെ നല്ല കൂനയായിട്ട് കിടക്കുന്ന ചിതൽപ്പുറ്റുകൾ. നമ്മുടെ മരയുടെ അത്രയും ചെളിയിലൂടെ നമുക്ക് പോകുന്നത് അത്രയും കുന്നുപോലെ കിടക്കുന്ന ഏരിയ. വഴിയിലൊരു കമ്പ് കിടക്കുന്നതുകൊണ്ട് പാമ്പാണെന്ന് പേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം പോകാനായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം ഇവിടെ പോരായ്മയുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് മെയിനായിട്ടും You don't afraid of snake? You don't afraid of snake? You can hold it. No problem. They are very helpful. They are very lovely people. നമ്മൾ ദൂരെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ സോറക്കൻ. ഐഡിയ സി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. അത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് അങ്ങ് ദൂരെ വില്ലേജുകളിൽ ഇങ്ങനെ എല്ലാ കാപ്പിപ്പൊടി കളറിലെ റൂഫ് ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങും ഇങ്ങൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. വഴി സൈഡിലൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഗൈസ് എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഹായ് സാർ, ഹൗ യു? വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വീണ്ടും നമ്മൾ ഒരു ചെറിയ വില്ലേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗൈസ് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. പക്ഷേ റോഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വില്ലേജിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റോഡാണ് ഗൈസ്. ഓരോ വില്ലേജുകളിലേക്ക് എത്താൻ വേണ്ടി വളരെ ഐ വോണ്ട് ടു ഗെറ്റ് ഡൗൺ, നോ പ്രോബ്ലം, യു ക്യാൻ ഗോ. ഐ നോ. നോക്ക് ഗൈസ്, ഒരു വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. വില്ലേജിലെ റോഡ് പോലും നാശമായിട്ട് തകർന്ന് കിടക്കണം കേട്ടോ. മഴ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ കാഴ്ചയെല്ലാം വളരെ ഇങ്ങനത്തെ പ്രശ്നസങ്കീർണമായ കാഴ്ചകളായിരിക്കും കേട്ടോ. നമുക്ക് അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫുള്ള് നല്ല നല്ല രസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ചെറിയൊരു വില്ലേജ്, കുറേ വീടുകൾ, ഒരു 10-100 വീടുകളോളം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. എല്ലാവരും പരസ്പരം അടുത്ത്, ബൗണ്ടറികളില്ല, എന്താ പറയുക, അതിരുകളില്ലാതെ എല്ലാവരും പരസ്പര സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
വീടുകൾക്കൊക്കെ ഏകദേശം ഒരേ കളർ തന്നെയാണ്, മണ്ണിൻ്റെ കളറാണ് വീടുകൾക്ക്. റൂഫ് കാപ്പിപ്പൊടി കളറിൽ ടിൻ ഷീറ്റിൻ്റെ റൂഫിങ്ങും അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തിയൊക്കെ ഫുള്ള് മൺഭിത്തിയായിരിക്കും. നമ്മളിവിടെ ഒരു ചർച്ചിൻ്റെ മുറ്റത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, അടിപൊളിയല്ലേ? ഓക്കെ, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയല്ലേ? ഇത് ചെറിയ കടയായിരിക്കും കേട്ടോ, നല്ല അടിപൊളി. യെസ്, ഐ ആം കമ്മിങ്. സോ ഗൈസ്, ലൊക്കേഷൻ ഷിഫ്റ്റഡ്. നമുക്ക് ഈ വില്ലേജൊക്കെ ഒന്ന് കാണാം കേട്ടോ. എത്ര മനോഹരമായിട്ടുള്ള വില്ലേജാണ്, അടിപൊളിയായിട്ട് നല്ല രസമായിട്ടുള്ള വില്ലേജാണ് കേട്ടോ. എല്ലാ വില്ലേജുകളുടെ ഒരു പ്രശ്നം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗതാഗത സൗകര്യത്തിൻ്റെ പ്രശ്നമാണ് എല്ലായിടത്തും ഉള്ളത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, പോരായ്മ എന്ന് പറയാനായിട്ടുള്ളത്. നടന്നൊരു വില്ലേജിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ, ഒരു വീടിൻ്റെ അടുത്തേക്ക് എത്തി. അടിപൊളി നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ വീടുകളെല്ലാം ഇതുപോലെ തന്നെയാണ്, എല്ലാം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ടീം മെമ്പേഴ്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ സോറക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ, സോറക്കൻ. സോ ഇവിടുത്തെ സ്കൂളാണിത്. ഇന്ന് സ്കൂൾ അവധിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് വാട്ടർ ലെവലിലൊന്നും അല്ല ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് കേട്ടോ. ഇത് പണിത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വാട്ടർ ലെവലല്ല. ഇതാണ് സ്കൂള്, ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു. സോ ഇത് കണ്ടോ, ബൗണ്ടറിയൊക്കെ കെട്ടി തിരിച്ച് എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോറക്കൻ ഈ സിറ്റിയിലെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. നോക്ക് ഗൈസ്, എത്ര മനോഹരമായ കാഴ്ച അല്ലേ? നമുക്ക് വിരലിൽ എണ്ണാവുന്ന കുറച്ച് വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, പക്ഷേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അങ്ങ് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെയായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷേ റോഡാണ് കാണുന്നത് ഇത്. പക്ഷെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അവിടെയും കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഏരിയയിൽ ഇത് കണ്ടോ, കാഴ്ച ഉണ്ടോ? എത്ര രസമായിട്ടുള്ള കാഴ്ചയല്ലേ? പച്ചപ്പിനകത്ത് നിൽക്കുന്ന കുറേ സൂപ്പർ അടിപൊളി വീടുകൾ, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏതൊരു വില്ലേജിനെയും അതിൻ്റെ ഭംഗിയുള്ളതാക്കി മാറ്റുന്ന അതിൻ്റെ വീടുകളുടെ പണികളും അവിടുത്തെ സംസ്കാരമൊക്കെയാണ് കേട്ടോ. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലെല്ലാം മുറ്റമെല്ലാം തൂത്ത് നീറ്റാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ വീടുകളൊക്കെ പരിപാലിക്കുന്നത്, വീടും ചുറ്റുപാട്ടമൊക്കെ. നമുക്ക് കഴിച്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇവിടെ വീടുകൾക്ക് അതിരുകളില്ല. എല്ലാവരും വെച്ച് ഒരു കമ്മ്യൂണിറ്റി ആൾക്കാർ ഇവരെല്ലാം താമസിക്കുന്ന ഒരുമിച്ചായിരിക്കും. അതിൻ്റെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കും അടുത്ത് ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് എന്താ പറയുക, ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു വീടാണ്, കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്രത്യേകം പരസ്പര അതിരുകൾ തിരിച്ച് ബൗണ്ടറികൾ കെട്ടി ഒതുക്കിയിട്ടില്ല. എല്ലാം ശാന്തവും സുന്ദരമായിട്ടുള്ള നല്ല രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല കാഴ്ച. അവിടെ കുറേ കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ പ്ലാന്റിൻ വാഴക്കൃഷിയും പിന്നെ ഇവിടെ പ്രധാനമായിട്ട് വാഴക്കൃഷിയും കാണാൻ പറ്റും. തെങ്ങുണ്ട്, കപ്പ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ പാം ഓയിലിൻ്റെ പാം ട്രീസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ടോ ഓരോ ഫാമുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരങ്ങളൊക്കെ ഇന്നും ഇതുപോലെ അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ? അജാനബാഹുവായ മരങ്ങളൊക്കെ, അതും ഈ വില്ലേജിൻ്റെ ഈ സിറ്റിയുടെയൊക്കെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് അവിടെയായിട്ടൊരു ടവറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടുന്നില്ല. നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്, ഒരു ഉള്ളേരിയയിലേക്ക് ഒതുങ്ങിയ ഒരു ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. നമ്മളിങ്ങോട്ട് വന്നത് കുറേ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ, അടിപൊളിയായിട്ടുണ്ട്.